ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജസ്ന സലീം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സോഷ്യൽ മീഡിയയിൽ റീച്ച് ഇല്ലാത്തതിന്റെ പേരിൽ ആരാലും എടുക്കപ്പെടാത്ത ഒരു എടുക്കാച്ചരക്കായിട്ട് മാറിയ ജസ്ന സലീം സോഷ്യൽ മീഡിയയിൽ റീച്ച് നേടാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള തരവഴികളും കാണിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് ഏറ്റവും ഒടുവിൽ വന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ജസ്ന സലീം മരിക്കാൻ കിടക്കുന്നു. അതിന് കാരണം ഒരു ഹോസ്പിറ്റലാണ്. ഇവരെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം അവിടുത്തെ നേഴ്സ് മരുന്ന് മാറ്റി കുത്തിവെച്ചു. ഇവരുടെ ജീവൻ അപകടത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു വീഡിയോ ഇവരുടെ കൂട്ടത്തിലുള്ള അരുണേട്ടൻ ഇവളുടെ യൂട്യൂബ് ചാനലിനകത്ത് പോസ്റ്റ് ചെയ്തത്. പിന്നെ തുടർച്ചയായിട്ട് ചെയിൻ ഓഫ് സീരീസ് ആയിട്ട് കുറേ വീഡിയോസ് വന്നു. അതോടുകൂടി തന്നെ ആ ഒരു കള്ളം പൊളിഞ്ഞ് കയ്യിൽ കിട്ടി. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളെല്ലാം തന്നെ ഇവളെ വലിച്ചേറി ഒട്ടിച്ചു. അതുകൂടാതെ ആ ഒരു ഹോസ്പിറ്റലുകാർ ഇവൾക്കെതിരെ കേസുമായിട്ട് രംഗത്ത് വന്നു. അതിനെല്ലാം ശേഷം വീണ്ടും ഗുരുവായൂർ അമ്പലത്തെയും അവിടുത്തെ ആചാര അനുഷ്ഠാനങ്ങളെയും ചൂഷണം ചെയ്തുകൊണ്ട് വീണ്ടും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവാൻ വേണ്ടിയിട്ട് ജസ്ന സലീം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അവളുടെ യൂട്യൂബ് ചാനലിനകത്ത് പോസ്റ്റ് ചെയ്തു. ഇവളുടെ അമ്മേനെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു കുപ്പി പായസമായിട്ട് നേരെ വെച്ച് പിടിച്ചു ഗുരുവായൂർ അമ്പലത്തിലേക്ക്. സോ ആ ഒരു വീഡിയോ വന്നപ്പോഴത്തേക്ക് ഈ യൂട്യൂബിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന സകല ആളുകളും ഇവൾക്കെതിരെ രംഗത്ത് വന്നു. അങ്ങനെ രംഗത്ത് വന്ന പല ആളുകളും ഇവൾക്കെതിരെ നിയമപരമായിട്ട് കേസുമായി മുന്നോട്ടും പോയിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇവൾക്കെതിരെ വീഡിയോ ചെയ്ത ഒരു വ്യക്തിയെ അധിക്ഷേപിച്ചുകൊണ്ട് ഇവളുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇവളൊരു വീഡിയോ ഇന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റാരെയുമല്ല, നമ്മുടെ അതുലിനെ മാത്രമല്ല അതുലിന്റെ അമ്മേനെയും അധിക്ഷേപിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോ കാണാം. അതിനുശേഷം എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. എടാ അതുലല്ല സോറി, സൗണ്ട് തോമേ, നിന്റെ അച്ഛനെയാണ് അടിച്ച് ആശുപത്രിയിലാക്കിയത്. അമ്മ പറഞ്ഞില്ലഞ്ഞു. ഓ, അമ്മ ആരാന്ന് വെച്ചിട്ട് പറയാ എന്ന് കരുതിയിട്ടായിരിക്കും നിന്നോട് പറയാതിരുന്നത്. വീട്ടിൽ പോയി അന്വേഷിച്ചു നോക്ക്. അടിച്ച് ഹോസ്പിറ്റലിലാക്കിയത് ഇതിന്റെ അച്ഛനെയാ. എടി വീപ്പക്കുറ്റി, അതുലിന്റെ അമ്മേനെ മറ്റ് സ്ത്രീകളെ അധിക്ഷേപിക്കേണ്ട എന്ത് യോഗ്യതയാണ് നിനക്കുള്ളത്? ഈ നാട്ടിലെ സകല ആണുങ്ങളെ ഹണി ട്രാപ്പിൽപ്പെടുത്തി അവരുടെ ജീവിതം കോടതി മുറികളിൽ നിന്ന് കോടതി മുറികളിലേക്ക് എത്തിച്ച ഒരു വ്യക്തിയല്ല നീ. നിന്നെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് ഒരു വനിതാ ജഡ്ജി തന്നെ ജഡ്ജിമെന്റ് ഇറക്കിയിട്ടില്ലേ? അങ്ങനെയുള്ള ഒരു സ്ത്രീയായ നിനക്ക് എന്ത് യോഗ്യതയടി ആ അമ്മേനെ വിമർശിക്കാനുള്ളത്? നിനക്ക് എന്തെങ്കിലും ദേഷ്യമോ അമർഷമോ അതുലിനെതിരെ ഉണ്ടെങ്കിൽ അതുലിനെ പറയണം, അതിനകത്ത് തെറ്റില്ല. പക്ഷേ അതുലിന്റെ അമ്മേനെ പറയരുത്. നിനക്ക് ഒരു തരവഴിച്ച സ്വഭാവമുണ്ട്. നിനക്കെതിരെ രംഗത്ത് വരുന്നത് ആരാണേലും അവരെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുക. ഇതിനു മുൻപ് നീ ഒരു യൂട്യൂബറെ അധിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു, ഒരു പെൺകുട്ടീനെ. അതിനെക്കുറിച്ച് കള്ളക്കഥകളാണ് നീ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞുണ്ടാക്കിയത്. ഏറ്റവും ഒടുവിൽ ആ പെൺകുട്ടി പരസ്യമായിട്ട് വന്ന് നിന്നോട് കരഞ്ഞപേക്ഷിച്ചു ആ കള്ളങ്ങൾ തിരുത്തി പറയണമെന്ന്. അങ്ങനത്തെ ഒരു തേവിടിച്ചിട്ടെടുക്കും. നിന്നെ ഇങ്ങനെ വിളിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നീ ഒരു കേസ് കൊടുത്താൽ എനിക്കൊരു മൈരുമില്ല. എനിക്ക് ഗുരുവായൂർ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട ആളുകളോടാണ് പറയാനുള്ളത്. ഈ വൃത്തികെട്ട ജന്മത്തിനെ ആ ഒരു അമ്പലത്തിന്റെ 500 മീറ്റർ പരിസരത്ത് പോലും വരാനായിട്ട് അനുവദിക്കരുത്. ഇപ്പോൾ അവിടെ വന്ന ഉറപ്പായിട്ടും ആ ക്ഷേത്രത്തെയും അതിന്റെ ആചാര അനുഷ്ഠാനങ്ങളെയും തകർക്കാനുള്ള സകല തര വഴിയും കാണിച്ചു കൂട്ടും. അതിന് പേരിൽ ഈ നാട്ടിലുള്ള ഹിന്ദു മുസ്ലിമും പരസ്പരം വെട്ടിമരിക്കും. അത് തന്നെയാണ് ഇവൾ ലക്ഷ്യമെടുത്തത്. ഇവൾക്ക് ആകപ്പാടെ ഭഗവാൻ ശ്രീകൃഷ്ണന്റേതായിട്ട് ഒരു ചിത്രമേ വരയ്ക്കാൻ അറിയത്തുള്ളൂ. ഇവൾ അന്ന് മുതൽ ഇന്ന് വരെ ഈ ഒരു ചിത്രം മാത്രമേ വരയ്ക്കുന്നുള്ളൂ. ആ ഒരു ചിത്രം വരയ്ക്കേണ്ട കൃത്യമായിട്ടുള്ള ട്രെയിനിങ് ഇവർക്ക് ആരോ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവൾ ഒരു ചിത്രം മാത്രം നല്ല പെർഫെക്ഷനാണ് വരയ്ക്കുന്നത്. അല്ലാതെ ഇവക്ക് ഈ വരയ്ക്കാനുള്ള കഴിവോ ഭഗവാൻ ശ്രീകൃഷ്ണനോടുള്ള ഭക്തിയോ ഒന്നുമല്ല. കൃത്യമായിട്ട് ഗുരുവായൂർ അമ്പലത്തെയും അവിടുത്തെ വിശ്വാസങ്ങളെ ചൂഷണം ചെയ്താണ് ഇവൾ ജീവിക്കുന്നത്. ഇവളുടെ കയ്യിൽ നിന്ന് ഇപ്പോഴും ചിത്രം വാങ്ങുന്ന ഓരോ ഹൈന്ദവരോടും എനിക്ക് പറയാനുള്ളത്, ഈ നാട്ടിൽ ഹിന്ദു കുടുംബങ്ങളിൽ ജനിച്ചു വളർന്ന ധാരാളം കഴിവും പ്രാവീണ്യമുള്ള കുട്ടികളുണ്ട്. അവരെല്ലാവരും തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണന്റേതും പരമശിവന്റേതും ഭഗവാൻ വിഷ്ണുവിന്റെയും പാർവതിയുടെയും ദുർഗയുടെയും എല്ലാം ചിത്രങ്ങൾ വരയുന്നുണ്ട്. നിങ്ങളുടെ ഈ കാശ് ഉണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങും. എന്തിനാണ് ഇങ്ങനെ ഒരു ഫ്രോഡിന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നത്? ഇവളുടെ നിന്ന് വാങ്ങിയാൽ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ പൂജാമുറി ദൈവിക ഭാവത്താൽ നിറഞ്ഞു നിൽക്കത്തുള്ളൂ. അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. ഇവള് ലക്ഷ്യമിടുന്നത് ആ ഒരു ക്ഷേത്രത്തെ തകർക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അല്ലാതെ ആ ഒരു ക്ഷേത്രത്തിനെയോ അതിന്റെ ആചാര അനുഷ്ഠാനങ്ങളെ ഇവള് ബഹുമാനിക്കുന്നില്ല. ഇവള് ലക്ഷ്യമിടുന്നത് ഒരു വർഗീയ കലാപമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് ഇവളെ അറസ്റ്റ് ചെയ്യണം. എന്നിട്ട് കൃത്യമായിട്ട് ചോദ്യം ചെയ്യണം. ഇവൾക്ക് എവിടുന്ന് ഈ ഒരു പടം വരയ്ക്കാനുള്ള ട്രെയിനിങ് കിട്ടി? ആരാണ് ഇതിന്റെയൊക്കെ പിന്നിൽ? എന്താണ് ഇവളുടെ ഉദ്ദേശം? ഇതിപ്പോ ആദ്യത്തെ തവണയല്ലല്ലോ ഇവൾ ഈ ഗുരുവായൂർ അമ്പലത്തിലെ ആചാര അനുഷ്ഠാനങ്ങളെ പരിഹസിക്കുന്നത്. മുട്ട കലർന്ന കേക്കുമായിട്ട് ഗുരുവായൂർ അമ്പലത്തിലേക്ക് എത്തി കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൂടാതെ ഗുരുവായൂർ അമ്പലത്തിൽ ദർശനത്തിനെത്തിയ ആളുകളുടെ ദർശന സ്വാതന്ത്ര്യം മുടക്കിക്കൊണ്ട് അവിടെ റീല് ചിത്രീകരിച്ചു. അങ്ങനെ എന്തെല്ലാം വൃത്തികേടുകൾ ഇവൾ ആ അമ്പലത്തിനകത്ത് കാണിച്ചു കൂട്ടി.
എന്നിട്ടും യാതൊരു കുഴപ്പവുമില്ലാതെ ഇവൾ ഇന്നും ആ ക്ഷേത്രത്തിൽ കയറി ഇറങ്ങി നടക്കുന്നു. അവിടെ മണിക്കൂറുകളോളം ക്യൂ നിൽക്കുന്ന ഭക്തർക്കില്ലാത്ത എന്ത് പ്രിവിലേജ് ആണ് ഇവൾക്കുള്ളത്. ഇവൾക്ക് തോന്നുമ്പോൾ ഇവൾ അമ്പലത്തിലേക്ക് വരും, അവിടെ വന്നിട്ട് റീല് ഷൂട്ട് ചെയ്യും, വീഡിയോ ഷൂട്ട് ചെയ്യും, അതെല്ലാം സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യും. ഈ നാട്ടിലുള്ള നിയമ സംവിധാനങ്ങൾക്ക് പുല്ല് വിലയല്ലേ ഇവള് കൽപ്പിക്കുന്നത്. എന്നിട്ട് അതിനെ വിമർശിക്കുന്ന ആളുകൾക്കെതിരെ ഇവള് പച്ച തെറിയും പിടിച്ചുകൊണ്ട് വരും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവളെ കുറിച്ച് വിശദമായിട്ടുള്ള ഒരു അന്വേഷണം ആവശ്യമാണ്. കാരണം ഇവള് പലപ്പോഴും ഒരു വെല്ലുവിളി എന്ന നിലയിലാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് വരുന്നത്. ഇവക്ക് തോന്നുമ്പോഴല്ല ഇവള് കയറി വരും. ഇവിടെ വന്നിട്ട് ഈ ക്ഷേത്രത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങളെ ലംഘിക്കുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇവള് കാണിച്ചു കൂട്ടും. കൃത്യമായിട്ടുള്ള അന്വേഷണം ഇതിനകത്ത് വേണം. കാരണം ഇവളല്ലെങ്കിൽ ഈ നാട്ടിൽ വീണ്ടും വർഗീയ കലാപം ഉണ്ടാക്കും. ഇന്ന് അവള് ഒരു പായസമായിട്ട് വന്നു, നാളെ ഇവള് ചിക്കൻ ബിരിയാണി ആയിട്ട് ആ അമ്പലത്തിൽ കയറില്ല എന്ന് തന്നെ ഉറപ്പ്. അതിനൊരു എക്സ്പ്ലനേഷൻ ഇവള് വെക്കും, കണ്ണൻ എന്റെ മൂന്നാമത്തെ മകനാ, അത് തന്നെ പറഞ്ഞുകൊണ്ടല്ലേ കഴിഞ്ഞ ദിവസം പായസമായിട്ട് വന്നത്. ഇനിയിപ്പോ നാളെ ഇവളുടെ മക്കൾക്ക് ചിക്കൻ ബിരിയാണി ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവള് നാളെ ആ പിള്ളേർക്ക് മേടിച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ ഒരു ചിക്കൻ ബിരിയാണി ആയിട്ട് നേരെ അമ്പലത്തിലേക്ക് വരില്ല എന്ന് എന്താണ് ഉറപ്പ്? അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ഒരു തേർഡ് റേറ്റ് ക്രിമിനലിനെ ഇനി ദയവ് ചെയ്ത് ആ ഒരു അമ്പലത്തിന്റെ 7 അയലത്ത് അടുപ്പിക്കരുത്. അതിനു വേണ്ടിയിട്ട് കോടതിയെ സമീപിച്ച് ഇവളെ ആ ഒരു അമ്പലത്തിന്റെ പരിസരത്ത് വരുന്നതിൽ നിന്ന് വിലക്കണം. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തെയും അതിന്റെ ആചാര അനുഷ്ഠാനങ്ങളെയും തകർക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ഗൂഢാലോചനകളും പലയിടത്തും നടക്കുന്നതായിട്ടുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട്. ഈ അടുത്ത് പോലും അതിനോട് ചേർന്നുള്ള ഹോട്ടലുകളിൽ 3 മണിക്കൂറിന് 300 രൂപ, 4 മണിക്കൂറിന് 400 രൂപ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ അധികം ഇൻഫ്ലുവൻസർമാരെ വെച്ചുകൊണ്ട് വീഡിയോസ് ചെയ്തൊക്കെ വന്നതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ആ ക്ഷേത്രത്തെ തകർക്കുക എന്നുള്ള സംഘടിതമായിട്ടുള്ള ശ്രമങ്ങൾ ആ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. അത് തകർക്കുന്നതിലൂടെ ഈ നാട്ടിൽ ഒരു വർഗീയ കലാപം ഉണ്ടാക്കാനാണ് പലരും പരിശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ദയവ് ചെയ്ത് ഇവളെപ്പോലുള്ള ഫ്രോഡുകളെ അവിടെ അടുപ്പിക്കരുത്. അവിടെ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ട് പാലിക്കണം. അല്ലെങ്കിൽ ആ ഒരു നിയമാവലി അവിടുന്ന് എടുത്തു മാറ്റണം. അപ്പോൾ ഓക്കെ ബൈ.